എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ബൊറൂട്ടോ ആണെങ്കിൽ ആ ലോർഡ് കൂവിനെ കണ്ട് ആ വില്ലൻ കൂവിനെ കണ്ട് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. അവനാണെങ്കിൽ അപ്പൂപ്പൻ ഫിജിഗാഗയുടെ അടുത്ത് വന്ന് അങ്ങനെ വണങ്ങി നിൽക്കും. നമ്മുടെ ആൾക്കാർക്ക് പിടികിട്ടും അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. അപ്പൂപ്പൻ ഫുജിഗാഗയും സപ്പോർട്ട് ചെയ്യുന്നത് ആ വില്ലൻ കൂവിനെയാണ്. ബൊറൂട്ടോ എന്തെങ്കിലും ചെയ്യാൻ തയ്യാറെടുക്കുമ്പോഴേക്കും ആ വില്ലൻ കൂ അവനങ്ങനെ ചാടി വന്ന് ബൊറൂട്ടോയെ ലോക്ക് ചെയ്ത് പിടിക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ഫിജിഗാഗയുടെ മാൻഷനിലേക്ക് കോൾ ചെയ്യാണ്. ഉടനെ കോൾ അറ്റൻഡ് ചെയ്യുക ഫിജിഗാഗയുടെ അസിസ്റ്റന്റ് ആയിരിക്കും. ആള് നറൂട്ടോട് പറയും ഫിജിഗാഗ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്, ഇതുവരെ തിരികെ എത്തിയിട്ടില്ല. അദ്ദേഹം തിരികെ എത്തിയാലുടൻ ഞാൻ വിളിക്കാൻ പറയാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യും. അപ്പൊ അവന്റെ തൊട്ടു പുറകിലായി ആ വില്ലത്തി. ആക്ച്വലി അവളാണ് അവനെ കൺട്രോൾ ചെയ്ത് ഇതൊക്കെ പറയിപ്പിച്ചത്. കട്ട് ചെയ്ത നറൂട്ടോയ്ക്കാണെങ്കിൽ ഇതൊക്കെ കേട്ട് ഒരുപാട് ടെൻഷനാവും. അതിന് ഷിക്കമരു പറയും പേടിക്കേണ്ട ആവശ്യമില്ല കൊനാഹമാരു, അവൻ പോയി വന്നതിന് ശേഷം നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമെന്ന് പറഞ്ഞ് നറൂട്ടോയെ സമാധാനിപ്പിക്കും. അതേസമയം ബൊറൂട്ടോ അവനാണെങ്കിൽ എന്നെ അഴിച്ചുവിട് എന്ന് പറഞ്ഞ് നിലവിളിക്കും. കൊറട്സുജിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അപ്പൂപ്പ ഹൊക്കാഗ, അപ്പൊ നിങ്ങളുടെ അറിവോട് കൂടെയാണോ ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് അവൻ അപ്പൂപ്പ ഹൊക്കാഗയോട് ചോദിക്കും. പക്ഷെ അപ്പൂപ്പനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. ഉടനെ ബൊറൂട്ടോ അവനെ ആ കൂവിനോട് റിലീസ് ചെയ്യാൻ പറയും. ബൊറൂട്ടോ ചാടി എഴുന്നേറ്റ് അപ്പൂപ്പനോട് ചോദിക്കും, സത്യം പറയ്, ഇവിടെ എന്താ നടക്കണേ? ഞങ്ങളുടെ ഫ്രണ്ട് മീറ്റ്സുക അവനവിടെ. അപ്പോഴായിരിക്കും ഒണോക്കെ അപ്പൂപ്പൻ ആള് പറയാ, വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളെപ്പോലുള്ള ഒരുപാട് കുട്ടികൾ ഇവിടെ വെച്ച് മരണപ്പെട്ടു. അവരെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നെനിക്ക് തോന്നി. സോ അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോകുന്നത്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവരെ വെച്ച് എങ്ങനെ ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യും? അതിനെന്തിനാ നിങ്ങൾ മീറ്റ്സുകയെ അവനെ തട്ടിക്കൊണ്ടുപോയേ? അതിനൊണോക്കെ പറയും, മീറ്റ്സുകയെ അവന് ഞങ്ങൾക്ക് ഈ ഒരു മിഷൻ ആവശ്യമുണ്ട്. കട്ട് ചെയ്ത മീറ്റ്സുക അവൻ അങ്ങനെ നടന്ന് ആ വില്ലത്തിന്റെ അടുത്തേക്ക് എത്തും. അവനാണെങ്കിൽ ഇപ്പോ മീറ്റ്സുകയും കൂട്ടി ലോർഡ് കൂവിന്റെ അടുത്തേക്ക് പോവാണ്. ആ വില്ലത്തി സെക്കയ അവളാണെങ്കിൽ പോകുന്ന വഴിക്ക് ഇപ്പൊ മീറ്റ്സുകയുടെ റൂം, അവളുടെ റൂം, അതുപോലെ തന്നെ ആ മോൺസ്റ്റർ ആനിമല് അത് ക്രിയേറ്റ് ആവുന്ന സ്ഥലം, അങ്ങനെ എല്ലാ കാര്യങ്ങളും മീറ്റ്സുകയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവൻ ഓരോരോ കാഴ്ചകൾ കണ്ടുവരുമ്പോഴായിരിക്കും ബാക്കിയുള്ള ആ രണ്ട് വില്ലന്മാര് അവരിപ്പോ മീറ്റ്സുകയുടെ അടുത്തേക്ക് വരിക. സെക്കുയ പറയും, ലോർഡ് കൂ അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാനിവനെ ഇവിടെ മുഴുവൻ കാണിച്ചു കൊടുക്കുന്നത്. തൽക്കാലം ഞങ്ങള് അല്പസമയം റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് സെക്കയ ആണെങ്കിൽ അവനെയും കൂട്ടി റൂമിലേക്ക് പോവും. കട്ട് ചെയ്ത ഇവിടെ ഒണോക്കി ആളാണെങ്കിൽ ഇപ്പൊ അവരുടെ പ്ലാൻ മുഴുവനായിട്ടും നമ്മുടെ ആൾക്കാരോട് പറഞ്ഞു കഴിഞ്ഞു. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയില്ല. യു ആർ അൺബിലീവബിൾ, നിങ്ങൾ ഇങ്ങനെ ഒരാളായിരുന്നോ? ഞങ്ങളുടെ മീറ്റ്സുകയെ ദയവ് ചെയ്ത് നിങ്ങൾ വിട്ടുതരണം. ഒരേ ഒരു തവണ അവസാനമായി മീറ്റ്സുകയെ കാണാൻ എന്നെ അനുവദിക്കണം. ഉടനെ ഒണോക്കി ആള് ഫുൾ കലിപ്പില് മുഖം തിരിച്ച് അവിടുന്ന് നടന്നു പോവാണ്. ഉടനെ ബൊറൂട്ടോ അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ കൂവെ അറ്റാക്ക് ചെയ്യാണ്. ചോച്ചോ ആണെങ്കിൽ ബോളായി മാറി ചുറ്റും ഉണ്ടായിരുന്ന ആ ഒരു മോൺസ്റ്റർ ആനിമൽ അവറ്റകളെ അറഞ്ചം പുറഞ്ച് ഇട്ടിക്കുകയാണ്. അടുത്ത സെക്കൻഡ് രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടി ഫൈറ്റ്. ഒണോക്കെ ആണെങ്കിൽ ടെൻഷനായി നിലവിളിച്ചു പറയും, നിർത്തിടാ നിങ്ങൾ, സ്റ്റോപ്പ് ദ ഫക്ക്. പക്ഷെ രണ്ട് ടീമും അത് മൈൻഡ് പോലും ചെയ്യാതെ വീണ്ടും പൊരിഞ്ഞ അട്ടി ബഹളം. അക്കട്സുജി ആണെങ്കിൽ നിലവിളിച്ചു പറയും, ബൊറൂട്ടോ ഓടിക്കോ, ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ആൾക്കാര് അവര് 4 വഴിയെ അറഞ്ചം പുറഞ്ചം ഓടും. കൂവാണെങ്കിൽ ബൊറൂട്ടോടെ പിന്നാലെ ഓടുന്നത് കണ്ട അക്കട്സുജി അവനിപ്പോ കൂവെ പിടിച്ചു വലിച്ച് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവിടെ ഷിക്കടയാണെങ്കിൽ ഒരു ആനിമല് അതങ്ങനെ പിടിച്ചു വലിക്കും. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ അവൻ ഒനോക്കി അപ്പൂപ്പനെ തൂക്കിയെടുത്ത് ദൂരേക്ക് ഓടുകയാണ്. കട്ട് ചെയ്ത ഇവിടെ മീറ്റ്സുക അവനിപ്പോ റൂമിലേക്ക് വന്ന് അവിടെ ഉണ്ടായിരുന്ന ചിത്രങ്ങള് അത് മുഴുവൻ അങ്ങനെ നോക്കി നിൽക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ ഷിക്കടയെ ആ ഒരു ആനിമല് ഒരു കൂട്ടിന്റെ അകത്ത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് മറ്റൊരു കൂടില് അവൻ കുറട്സുജിയെ കാണും. ഷിക്കടയാണെങ്കിൽ അവളെ കണ്ട് ഷോക്കായി നടന്ന എല്ലാ കാര്യങ്ങളും അവളുടെ അടുത്ത് പറയുകയാണ്. അതേസമയം ഇവിടെ സെക്കയുടെയും മീറ്റ്സുകയുടെ അടുത്തേക്ക് ഒരു ഡോക്ടർ വരികയാണ്. ഡോക്ടർ ആണെങ്കിൽ മീറ്റ്സുകയെ കൂട്ടിക്കൊണ്ടുപോയി അവന്റെ ബോഡിയിലുള്ള എലമെന്റ്സ് അത് മുഴുവൻ ചെക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. ഡോക്ടർ ആണെങ്കിൽ മീറ്റ്സുകയുടെ ബോഡിയിലുള്ള ഒറോച്ചിമാറുവിന്റെ സീലിംഗ് ചിപ്സു അത് കണ്ട് ഒരു സെക്കൻഡ് അങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ഫിജിഗാഗ, നിങ്ങൾ വരുന്ന കാര്യം ഓൾറെഡി എന്നോട് നറൂട്ടോ പറഞ്ഞിരുന്നു. ഞാൻ ആക്ച്വലി ആദ്യം ഇതൊന്നും വിശ്വസിച്ചില്ല. നിങ്ങളെ സഹായിക്കണം എന്ന മനസ്സോടുകൂടെ തന്നെയാണ് ഞാൻ നിന്നത്. പക്ഷെ പെട്ടെന്നായിരുന്നു കാര്യങ്ങളെല്ലാം തലകീഴായി മറിഞ്ഞ് ഞാനും ഈ ട്രാപ്പിൽ അകപ്പെട്ടു പോയത്. ആക്ച്വലി ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കം 5 വർഷങ്ങൾക്ക് മുൻപാണ്. 5 വർഷങ്ങൾക്ക് റോക്ക് നിഞ്ചകള് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് എത്തി യങ് ഷിനോബികളെ എല്ലാം തന്നെ കൊന്നുകളഞ്ഞു. അതിനുശേഷം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനും ഇവിടെയുള്ള ഷിനോബികളെ അവരെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയാണ്
ഒണോക്കി മാസ്റ്റർ അദ്ദേഹം ആക്ട് ആനിമലെ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അടുത്ത നിമിഷം ഒണോക്കിയുടെ കയ്യിൽ നിന്ന് അവറ്റകളുടെ കൺട്രോൾ പോവും. അവറ്റകൾ ചാടി വന്ന് ഒണോക്കിയെ തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. വേറെ വഴിയില്ലാതെ ഒണോക്കി ആണെങ്കിൽ അവറ്റകളെ തകർത്തില്ലാതാക്കും. അത് കാണുമ്പോൾ തന്നെ കുറട്സുജി അവൾ തീർത്തു പറയും, ഗ്രാൻഡ്പ ഇതൊരിക്കലും നമ്മൾ ചെയ്യാനായിട്ട് പാടില്ല. ഞാൻ ഗ്രാൻഡ്പയോട് ഒരു 100 തവണ ആ റിസർച്ച് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ അറിയാതെ ഗ്രാൻഡ്പ അദ്ദേഹം ആ റിസർച്ച് അത് തുടർന്ന് പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞ് ഇപ്പൊ ഈ അവസ്ഥയിലായി മാറിയത്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കൂവിനെ കാണിക്കും. അവനാണെങ്കിൽ ചുറ്റും നോക്കും. ഒനോക്കി അപ്പൂപ്പനെ കാണാനുണ്ടാവില്ല. അവൻ ടെൻഷൻ അടിച്ച് അവിടെ മുഴുവൻ കയറി ഇറങ്ങി പരിശോധിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ലോങ് ഷോട്ടില് ബൊറൂട്ടോ അവനാണെങ്കിൽ ഒനോക്കി അപ്പൂപ്പനെ തൂക്കിയെടുത്ത് അവിടുന്ന് ഒത്തിരി ദൂരേക്ക് ആരുടെയും കണ്ണിൽ പെടാതെ ഓടുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോ ആണെങ്കിൽ ഒണോക്കിയെ വളരെ സേഫായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. ഒണോക്കിക്ക് ബോധം വീണ ഉടൻ തന്നെ ബൊറൂട്ടോ വീണ്ടും പറയും, ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്. ഇതിനൊരിക്കലും നല്ലൊരു പര്യവസാനം ഉണ്ടാവില്ല. ഉറപ്പായിട്ടും ഇത് വലിയൊരു ദുരന്തത്തിലായിരിക്കും കലാശിക്കുക. അതിന് ഒണോക്കി പറയും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ആക്ച്വലി നിങ്ങളെപ്പോലുള്ള ഇപ്പോഴത്തെ തലമുറ അവർ ശരിക്കും വളരെ വീക്കാണ്. സോ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ഉടനെ ബൊറൂട്ടോ ഇതെന്ത് വില കൊടുത്തും ഞാൻ തടയുമെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കും. പക്ഷെ അവൻ ഓരോ തവണ ഓടുന്തോറും ആ സ്ഥലം വിട്ട് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിയാതെ ഒണോക്കിയുടെ അടുത്തേക്ക് തന്നെ വീണ്ടും വന്നു വീഴും. അപ്പോഴായിരിക്കും ഒണോക്കി പറയാ, ഇതൊരു പ്രത്യേക സ്ഥലമാണ്. ഒരിക്കൽ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ ഇവിടുന്ന് പുറത്തു കിടക്കാൻ കഴിയില്ല. നീ ആദ്യം നിന്നെ തന്നെ തിരിച്ചറിയണം. നിന്റെ ഉള്ളിലെ കല്ല് അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇവിടുന്ന് പുറത്തു കിടക്കാൻ കഴിയൂ. ബൊറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. കല്ലോ? എന്ത് കല്ല്? ഈ കല്ലാണോ ആ കല്ലാണോ എന്നൊക്കെ ചോദിച്ച് അവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഓരോ കല്ലുകളായിട്ട് ഇപ്പൊ ഒണോക്കിയെ എടുത്ത് കാണിക്കും. ഒണോക്കിക്കാണെങ്കിൽ അത് കണ്ട് എന്താ പറയണ്ടേന്നറിയില്ല. നീ ഒരു കുട്ടിയാണ്, അതുകൊണ്ടാണ് നിനക്കിതൊന്നും മനസ്സിലാവാത്തത്. ബൊറൂട്ടോ ആണെങ്കിൽ പിന്നെ ഒന്നും ആലോചിക്കില്ല. അവന്റെ ജിപ്സു പവർ ഉപയോഗിച്ച് ഷാഡോ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ അവൻ പഠിച്ച പണി 18 നോക്കിയിട്ടും ഷാഡോ ക്ലൗൺസ് അത് ക്രിയേറ്റ് ആവില്ല. ഒണോക്കി ആണെങ്കിൽ അവന്റെ നിസ്സായ അവസ്ഥ കണ്ട് ചിരിക്കും. നീ എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഉപകാരവും ഇല്ല. ഇവിടെ നിന്റെ നിഞ്ച പവറും ചക്ര പവറും ഒന്നും വർക്കൗട്ട് ആവില്ല. നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് രണ്ടുപേർക്കും ചേർന്ന് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു കിടക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം. കട്ട് ചെയ്ത ആ കാക്കുയെയും അവന്റെ ടീമും അവരാണെങ്കിൽ ഇപ്പോൾ ലോർഡ് കോവിന്റെ അടുത്തേക്ക് വരാണ്. ഞങ്ങൾ ഈ നാട് മുഴുവൻ കയറി ഇറങ്ങി അന്വേഷിച്ചു. ഒണോക്കിയെ കുറിച്ച് യാതൊരു വിവരവും ഇല്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അദ്ദേഹം എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കണ്ടെത്തും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആനിമൽസിനെ പല വഴിക്ക് അയച്ചു കഴിഞ്ഞു. കോക്കുയ പറയും, അദ്ദേഹത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ആ കുട്ടികള്, ആ ലീഫ് വില്ലേജിലെ കുട്ടികളെ അവരെ കണ്ടുപിടിച്ച് തട്ടിക്കളയാണെങ്കിൽ ഈസി ആയിട്ട് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിയും. പക്ഷെ കൂവാണെങ്കിൽ തീർത്തു പറയും, ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒണോക്കി അതറിഞ്ഞ ഒരു കാരണവശാലും അദ്ദേഹം ഇത് ആക്സെപ്റ്റ് ചെയ്യില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കിറാറ അവളാണെങ്കിൽ മെയ്റ്റ്സികയെ അവളുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ട് വരികയാണ്. അവളുടെ മേക്കപ്പ് സാധനങ്ങള്, ഡ്രസ്സ് എന്നിങ്ങനെ എല്ലാം തന്നെ മെയ്റ്റ്സികയ്ക്ക് കാണിച്ചു കൊടുക്കും. ഉടനെ ആ കിറാറയും ടീമും അവരിപ്പോ അവിടേക്ക് വരികയാണ്. മീച്ചിക ചോദിക്കും, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് അവള് പറയും, കുഴപ്പമൊന്നുമില്ല. ആ ലീഫ് വില്ലേജിലെ ചില സ്റ്റുഡൻസ് അവർ നിന്നെ തേടി ഇവിടേക്ക് വന്നിട്ടുണ്ട്. അവരെ മാസ്റ്ററും ടീംമേറ്റ്സ് എല്ലാവരും ചേർന്ന് തിരികെ ലീഫ് വില്ലേജിലേക്ക് തന്നെ പറഞ്ഞയക്കാനുള്ള ഒരുക്കത്തിലാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഈനോജിൻ അവനാണെങ്കിൽ ഇപ്പൊ ആ ഒരു ആനിമലിന് എല്ലാവരുടെയും ചിത്രമൊക്കെ വരച്ച് കാണിച്ചു കൊടുത്ത് അതാരൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ സാറുടെയും ചോച്ചോയും അവിടേക്ക് വരും. അവർ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പൊ ഷിക്കടയ്ക്കും നറൂട്ടോയ്ക്കും വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നറൂട്ടോ അവന് വിശപ്പും ദാഹവും കൊണ്ട് തളർന്നു എന്ന് മനസ്സിലാക്കിയ ഒണോക്കി ആണെങ്കിൽ അവന് ആവശ്യമുള്ള വെള്ളവും ഫുഡും ഒക്കെ ഇപ്പൊ റെഡിയാക്കി കഴിക്കാൻ കൊടുക്കും. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ ആ ടേസ്റ്റ് ഒക്കെ ഒരുപാട് ഇഷ്ടമാവും. അതിനുശേഷം ഒണോക്കി ഏത് ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് ആണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് ബൊറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് ബൊറൂട്ടോയും ഇപ്പൊ ഒരുപാട് കൂണുകളൊക്കെ കളക്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം ഫുഡ് ഉണ്ടാക്കിയും കഴിച്ചുമൊക്കെ സമയം ഇപ്പോ സന്ധ്യയായി കഴിഞ്ഞു. ഒണോക്കി ആണെങ്കിൽ ആളുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറീസ് അതൊന്നൊന്നായി ബൊറൂട്ടോയ്ക്ക് പറഞ്ഞു കൊടുക്കും. ഞങ്ങളുടെ കാലത്ത് ആക്ച്വലി ഒരുപാട് യുദ്ധങ്ങള് ഗ്രാമം തോറും നടന്നിരുന്നു. യുദ്ധമായിരുന്നു ഞങ്ങളുടെ ജീവിതം പോലും. നിങ്ങളുടെ കാലത്ത് തന്നെ ഞങ്ങൾ ഒരുപാട് യുദ്ധത്തിലൊക്കെ പങ്കെടുത്ത് ട്രെയിൻഡായി സ്ട്രോങ് ആയി മാറി. പക്ഷെ ഇപ്പോഴുള്ള ജനറേഷനിലെ കുട്ടികൾ അവർ വീക്കാണ്. അവരെ പ്രൊട്ടക്ട് ചെയ്യാനാണ് എന്റെ ഈ പുതിയ കണ്ടുപിടുത്തം. അതിന് നിങ്ങളുടെ വില്ലേജിലെ ആ മെയ്റ്റ്സിക അവന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഈ മിഷൻ അത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും
നിങ്ങളെപ്പോലുള്ള ഫ്യൂച്ചർ ജനറേഷന് അത് വലിയൊരു സപ്പോർട്ടും പ്രൊട്ടക്ഷനും ആയിരിക്കും. കട്ട് ചെയ്ത ഇവിടെ മീച്ചിക അവനാണെങ്കിൽ ലോർഡ് കൂവിന്റെ അടുത്ത് അദ്ദേഹത്തെ കാണാൻ വന്ന് നിൽക്കുകയാണ്. ലോർഡ് കൂ പറയും, നിന്റെ ബോഡി അത് മുഴുവനായിട്ട് ചെക്ക് ചെയ്തു, ഇത്രയും പെർഫെക്റ്റും കളങ്കമില്ലാത്തതുമായിട്ടുള്ള ഒരു ബോഡി ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. നിന്റെ സഹായം അത് ഞങ്ങൾക്കിപ്പോൾ ആവശ്യമാണ്. എനിക്ക് ഈ ഒരു ബോഡി അത് തന്നത് എന്റെ മാസ്റ്റർ ഉണോക്കെയാണ്. അദ്ദേഹത്തിന് ഞാനൊരു വെസലാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്താണോ അത് പൂർത്തിയാക്കലാണ് എന്റെ ചുമതല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ കോക്കുയെയും അവന്റെ ഫ്രണ്ടിനെയും കാണിക്കും. ഫ്രണ്ട് ആണെങ്കിൽ മനുഷ്യരെ കുറിച്ചുള്ള ചില ബുക്സ് ഒക്കെ വായിച്ച് അങ്ങനെ കാര്യമായിട്ടിരിക്കുകയാണ്. അപ്പൊ കിരായയും സെക്കയും അവർ രണ്ടുപേരും അവിടേക്ക് വരികയാണ്. അതിനുശേഷം അവർ 4 പേരും മനുഷ്യരെ കുറിച്ചായിരിക്കും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുക. കോക്കുയെയും കിരാരയും അവർ രണ്ടുപേരും നിലത്ത് വീണെടുക്കുന്ന ആ ഒരു ബുക്ക് അതെടുക്കാൻ ശ്രമിക്കുകയാണ്. ഉടനെ അവർക്ക് വല്ലാത്തൊരു വേദന അനുഭവപ്പെട്ട് അവരവരുടെ ബോഡിയിലേക്ക് നോക്കും. രണ്ടുപേരുടെയും ബോഡി അത് പതിയെ പതിയെ തകരുകയാണ്. കട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ഒനോക്കെ നോക്കിയിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.